ഇല്ല, പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പം നിലവിൽ നല്ല ഭരണമല്ലേ? നല്ല ഭരണമാണ്. ഓക്കെ, അപ്പോൾ ഈ ആൾക്കാരെല്ലാം ഈ പറഞ്ഞു വരുത്തുന്നത് കള്ളത്തരമാണെന്നാണ്, കിംവദന്തികളാണ്? കുറേയൊക്കെ അങ്ങനെ പറഞ്ഞു വരുത്താണ്. ജനങ്ങളുടെ പെൻഷൻ മുടങ്ങുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ഇവർ മറ്റേ മാസം മുടങ്ങിയപ്പോൾ ആർക്കും പരാതി ഇല്ലായിരുന്നല്ലോ. 8 മാസം മുടങ്ങി. പക്ഷേ ഇവർ കൊടുത്ത് വാഗ്ദാനങ്ങൾ 1 മാസം പോലും മുടങ്ങത്തില്ലെന്നല്ലേ? അത് കേന്ദ്രം പറ്റിക്കുന്നതല്ലേ? കേന്ദ്രമന്ത്രിയോട് ഒന്ന് കണക്ക് പറഞ്ഞായിരുന്നല്ലോ സീതാരാമൻ. പച്ചക്കള്ളല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അടുത്ത വർഷവും അടുത്ത ഭരണമാറ്റം ഇത് ഇദ്ദേഹം തന്നെ? പിണറായി കട്ട ഫാൻസ് ആണെന്ന് തോന്നുന്നു. ശരി ശരി. പുസ്തകത്തിൽ എത്ര വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. ഇപ്പൊ പരാമർശിക്കല്ലോ ഒരു സ്ഥലത്ത് ഒന്ന് പറയുമ്പോൾ പക്ഷെ ഞങ്ങള് പിന്നെ മീഡിയക്കാർക്ക് അത് കിട്ടിയിട്ടില്ലാന്ന് തോന്നുന്നു. ഈ 5 വർഷത്തിന് അല്ല, എത്ര വർഷം, 10 വർഷം മുമ്പോ MT ബുക്കിൽ എഴുതിയിട്ടുണ്ടല്ലോ. അത് ബുക്കിൽ എഴുതിയ കാര്യം ഒരു സ്ഥലത്തൊന്ന് പരാമർശിക്കുകയുള്ളൂ. പുള്ളിയെ പരാമർശിച്ചത് അത് ഈ ഭരണത്തിനല്ല പരാമർശിച്ചത്. 3 കാര്യത്തിലാണ് ഭരണത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. ഒന്ന്, AK ആന്റണി മുത്തങ്ങയില് ആദിവാസി ഒരു വെടിവെപ്പുണ്ടായപ്പോ, 2 നോട്ട് നിരോധന സമയത്ത്, പിന്നെ ഇപ്പൊ ഈ 3 പ്രാവശ്യം പ്രതികരിക്കാൻ ആ കൂടി 3 പ്രാവശ്യമായി 90-98 വയസ്സിനുള്ളിൽ പ്രതികരിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ആരും ഉദ്ദേശിച്ചായിരിക്കും? അത് കേന്ദ്രത്തെ ഉദ്ദേശിച്ചെന്ന് കണക്കാണ് കൂട്ടിയാൽ മതി. കേരളത്തിൽ കോഴിക്കോട് കേന്ദ്രത്തെ ഉദ്ദേശിച്ചായിരിക്കും, കേന്ദ്രത്തെ പരാമർശിച്ചാന്ന് വിചാരിച്ചാൽ മതി. ചേട്ടൻ്റെ അഭിപ്രായം? എനിക്ക് മാറുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ജനങ്ങൾ മൊത്തത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് എന്തായാലും മാറും. ഓക്കെ, കേരളത്തിലൊരു ഭരണമാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും. എന്താണ് ഈ ഭരണത്തിന്റെ ദൂഷ്യവശങ്ങൾ? പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. എന്തായാലും താങ്കളുടെ അഭിപ്രായത്തിൽ മെയിനായിട്ട് അഫക്റ്റ് ചെയ്തിരിക്കുന്ന ഏരിയ? വിദ്യാഭ്യാസം, ജോലി, പെൻഷൻ. പെൻഷൻ്റെ ഒരു പിഴവുണ്ട്, ജോലിയുടെ കാര്യമുണ്ട്. തൊഴിലില്ലായ്മ രൂക്ഷമാണ്. ഈ സർക്കാർ മാറിയാൽ അടുത്ത സർക്കാർ ആരെയാണ് പ്രതീക്ഷിക്കുന്നത്? UDF സർക്കാരല്ലേ. അപ്പം നമ്മുടെ പ്രതിപക്ഷം സ്ട്രോങ് അല്ലല്ലോ, അവർ തമ്മിത്തല്ലല്ലോ എപ്പോഴും. ചോദിച്ചാൽ ഇപ്പം എന്താ പറയുക? അല്ല, നിങ്ങൾ ആർക്കോ വോട്ട് കൊടുക്കും? ഏതായാലും അടുത്ത വർഷം എന്തായാലും നമ്മൾ മാറ്റിക്കുത്താൻ തീരുമാനിച്ചു. കേന്ദ്രഭരണം ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇനി അങ്ങനെ ഒരു ഭരണം വന്നാൽ ഇവിടെ ഇപ്പോൾ നടന്നതിനെക്കാട്ടും കൂടുതലായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും വരും. പല ആളുകൾക്ക് കൂടി ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോലും വരും. അങ്ങനെ ഭയക്കുന്നു? ഭയക്ക മാത്രമല്ല, അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെ കേരളത്തിൽ മാത്രമേ സമാധാനവും സന്തോഷമായിട്ട് എല്ലാ മതങ്ങളും സ്നേഹത്തോടും സന്തോഷത്തോടും ജീവിച്ചൊരു നാടാണ് നമ്മളെ കേരളം. ഇവിടെ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെയും അത് പല ഭാഗത്തു നിന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ അത് ഉത്തരേന്ത്യയിലൊക്കെ നമുക്കറിയാം എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എന്നും എപ്പോഴും കാണുന്ന കാര്യം, പത്രങ്ങളായാലും മാധ്യമങ്ങളായാലും എല്ലാ ഇതിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല, ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇന്ത്യയിൽ ഇനിയൊരു ഭരണമാറ്റം തീർച്ചയായും നല്ലൊരു കാര്യം തന്നെയാണ്. അതും കോൺഗ്രസ് വരികയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇന്ത്യയിലും മാറണം, കേരളത്തിലും മാറണം. സോറി, അതല്ല, അങ്ങനെയല്ല. കേരളത്തിലെ കാര്യം വെച്ചാൽ കേരളത്തിൽ ഭരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ 2ാം വരവ് കുറച്ച് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് മൊത്തം ജനങ്ങൾക്കും. കേരളത്തിലുള്ള മൊത്തം, അതിപ്പോൾ വിദ്യാഭ്യാസമാണെങ്കിലും ശരി, അതല്ലെങ്കിൽ ഇപ്പോൾ യുവാക്കളുടെ ജോലിൻ്റെ കാര്യമാണെങ്കിലും ശരി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പ്രതിപക്ഷം ഈ പറഞ്ഞ പോലെ തമ്മിത്തല്ല് തന്നെയാണ്. അത് ഈ പ്രതിപക്ഷത്തിന് മുതലെടുത്ത് മറ്റാരും വരുന്നത് നോക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു. നമ്മുടെ കേരളത്തിൽ ഇനിയൊരു ഭരണമാറ്റം ഉണ്ടാവുമോ? ഉണ്ടാവണമെന്നാണ് ആഗ്രഹം. ഈ ഭരണം കൊണ്ട് സംതൃപ്തനാണോ? സംതൃപ്തനല്ല. ഏത് പാർട്ടി വരണമെന്ന് ആഗ്രഹിക്കുന്നതിന്? ഞാൻ BJP-കാരാണ്, BJP വരെന്നല്ല ആഗ്രഹിക്കുള്ളൂ. ശരി, ഓക്കെ, താങ്ക് യു. പ്രതീക്ഷിക്കുന്നുണ്ടോ ഇനി? തോന്നുന്നില്ല. എന്തായിരിക്കും ഈ ഭരണത്തിന്റെ ദൂഷ്യം ആയിട്ട് ചേട്ടന് തോന്നിയിട്ടുള്ളത്? മോശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സാധാരണക്കാരനെ പ്രതീക്ഷ പോലെ 2ാം വരവിലൊന്നും ചെയ്തില്ല എന്നാണ് തോന്നുന്നത്. ആരെയായിരിക്കും അടുത്ത ഭരണം പ്രതീക്ഷിക്കുന്നത്? അതൊന്നും പറയാൻ പറ്റുന്നില്ല. ആരെങ്കിലും ഉണ്ടോ പ്രതിപക്ഷത്ത്? നമുക്ക് ഒരു പാർട്ടിയിലും ഇല്ല. അല്ല, പാർട്ടിയല്ല. ചേട്ടൻ വോട്ട് ചെയ്യാറുണ്ടോ? വോട്ട് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് കൊടുക്കും. നല്ല ഭരണം ആയാൽ തന്നെ അവരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഭരണത്തിന് ഇനി വോട്ട് കൊടുക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. പൊതുവെ അഭിപ്രായം അങ്ങനെയാണ്. നല്ല കാര്യങ്ങൾ ഒന്നും ഇല്ല എന്നുള്ളതാണ്. കേന്ദ്രഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, എന്നാൽ ശരി ചേട്ടാ, ഒരു സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പ്രതിപക്ഷത്തെ ആരെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി വരുന്നത്? അത് ഇലക്ഷൻ കഴിഞ്ഞ്
MLA-മാരുടെ മെജോറിറ്റിയിലായിരിക്കും തീരുമാനം ഉണ്ടാവും. അത് ആര് തീരുമാനിക്കുന്നു അവരായിരിക്കും വരിക. അപ്പം അതായത് നമ്മൾ ഇനി അടുത്ത വോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇവരെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, ഇവർക്ക് താല്പര്യമില്ലെന്നല്ലേ പറയുന്നത് ജനങ്ങളുടെ പൊതുവെ? അല്ല, ജനങ്ങളുടെ പൊതുവെ അഭിപ്രായം എങ്ങനെയാണ്? കാരണം നമുക്കറിയാലോ പൊതുവെയുള്ള സാമ്പത്തിക സ്ഥിതി, അതുപോലെ ജോലി, മറ്റുള്ള ഏത് മേഖല നോക്കിയാലും എല്ലാ മേഖലയിലും പ്രശ്നങ്ങളുണ്ടല്ലോ നിലവിൽ. അപ്പോൾ ആ പ്രശ്നങ്ങളനുസരിച്ച് ജനങ്ങൾ വോട്ട് ചെയ്യുവാണെങ്കിൽ തീർച്ചയായും തുടർഭരണത്തിന് സാധ്യത കുറവാണ്. ഓക്കെ, ശരി, താങ്ക് യു. ഈ 10 കൊല്ലം ആർക്കും കൊടുക്കരുത് തുടർച്ചയായിട്ട്. ഓക്കെ, 10 കൊല്ലം കൊടുത്താണ് അബദ്ധമായി. ഓക്കെ ഓക്കെ. ഒരു അഭിപ്രായമാണ്, കേരളത്തിൽ ഇനിയൊരു ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എന്തുകൊണ്ടാണ്, എന്താണ് ഈ ഭരണത്തിൻ്റെ ദൂഷ്യം എന്ന് തോന്നിയിട്ടുള്ളത്? യാതൊരു ഡെവലപ്മെൻറ്റും ഇല്ല, അത് തന്നെ. യാതൊരു ഡെവലപ്മെൻറ്റും ഇല്ല. ഏത് അടുത്ത ഭരണം ആരെയാണ് പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്? അത് മിക്കപ്പോഴും സാധ്യത UDF-നാണല്ലോ. UDF-നാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രതിപക്ഷം അത്ര സ്ട്രോങ് ആണോ? യെസ്, അത് തന്നെ. സ്ട്രോങ് അല്ല. ഒരു ജനമെന്ന നിലയിൽ ആർക്ക് സാറിന് വോട്ട് കൊടുക്കാൻ പറ്റും? UDF-നാണ് വോട്ട് കൊടുക്കുള്ളൂ. LDF-ന് കൊടുക്കില്ല. ഭരണം മോശമായതുകൊണ്ടാണ്. ഒരു ഡെവലപ്മെൻറ്റും ഇല്ല ഒരു ഫീൽഡിലും. അതെ തീർച്ചയായും. അഭിപ്രായം. അതെ. ശരി, താങ്ക് യു.